നമ്മളങ്ങനെ നാഗർകോവിൽ ടൗണിൽ എത്തിയേക്കാണേ. അപ്പുറത്തെ വ്യൂ ഒന്ന് നോക്കി, എന്ത് രസമായ വ്യൂ ആണെന്ന് നോക്കി നമുക്ക്. നമ്മളിപ്പോൾ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കന്യാകുമാരിക്കാണ് പോകാൻ പോകുന്നത്. കൊല്ലം കന്യാകുമാരി മെമോനാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2ന്റെ മേളിൽ ബ്രിഡ്ജിൽ നിൽക്കുകയാണ്. ഇപ്പോൾ താഴേക്ക് നമുക്ക് പോവാം. ട്രെയിൻ വരാറായി. ട്രെയിൻ 12:09-നാണ് ട്രെയിൻ ഇപ്പോൾ വർക്കല സ്റ്റേഷനിൽ എത്തുന്നത്. കൊല്ലത്തു നിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. നമുക്ക് എന്തായാലും പോവാം. കൊല്ലത്ത് നിന്ന് രാവിലെ 11:35 എടുക്കുന്ന വണ്ടി ഉച്ചയ്ക്ക് 3:50 ആകുമ്പോഴത്തേക്കാണ് കന്യാകുമാരിയിൽ എത്തുന്നത്. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് നിൽക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് മെമു വരുന്നത്, കൊല്ലം കന്യാകുമാരി മെമു വരുന്നത്. ഇപ്പം 12 മണി ആവാറായി. ട്രെയിൻ കുറച്ച് ലേറ്റ് ആണ്. എന്തായാലും നമുക്ക് ട്രെയിൻ വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. മെമു ദേ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ആള് തന്നെ ഉണ്ട് ഇവിടെ. സീറ്റ് കിട്ടാൻ ചാൻസ് വളരെയധികം കുറവാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഈ മെമു ഇവിടെയാണ് നിർത്തുന്നത്. അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ഉള്ളിലും അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. ട്രെയിൻ വന്നു, നിന്നു, ആൾക്കാർ കയറി എടുത്തു. പിന്നെ ഈ മെമുവിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് എടുക്കുന്നത്. അപ്പം ആൾക്കാരെല്ലാം പെട്ടെന്ന് കയറി സെറ്റിലായില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. പെട്ടെന്ന് കണ്ടു ഇപ്പം തന്നെ സ്പീഡ് കൂടി. അപ്പം നമുക്ക് കന്യാകുമാരിക്ക് നമുക്ക് കിട്ടിയ സീറ്റ് വാഷ്റൂമിലുള്ളതായിട്ടാണ്. ഇത് കൊല്ലത്തു നിന്ന് എടുത്ത ട്രെയിനാണ്. പക്ഷേ ഇപ്പം തന്നെ ഭയങ്കര സ്മെല്ല്, ഭയങ്കര സ്മെല്ല്. ആൾക്കാരുടെ കുഴപ്പമാണ്. കാരണം വാഷ്റൂമിൽ പോയാൽ വെള്ളം ഒഴിക്കണം എന്നുള്ള സാധനം വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഈ വാഷ്റൂമിൽ പോകുന്നവർ തന്നെയല്ലേ വെള്ളം ഒഴിക്കാൻ പറ്റും. എനിക്ക് ഡൗട്ട്, എൻ്റെ പേഴ്സണൽ ഡൗട്ട്, എനിക്കറിയില്ല. എല്ലാവരും വീട്ടിലും ഇങ്ങനെയാണോ? വെള്ളം ഒഴിക്കാതിരിക്കുമോ പോയിട്ട്? അപ്പോൾ റെയിൽവേ ആയതുകൊണ്ട് എന്തോ ആവാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മുതലല്ലോ റെയിൽവേയിലോ ഹോട്ടൽസിലൊക്കെ പോയിട്ട് എന്തോ ആവാം എന്നാണ് എനിക്കറിയില്ല. ഭയങ്കര സ്മെല്ലുണ്ട്. അങ്ങനെ വർക്കല വിട്ടതിന് ശേഷം ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ എത്തിയേക്കാണ്. അകത്തും ഒരു സ്റ്റേഷനിലാണ് വന്നേക്കുന്നത്. മെമു ആയതുകൊണ്ട് തന്നെ മുക്കിന് സ്റ്റോപ്പുണ്ട് കാര്യം. പിന്നെ രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു. ഉച്ചക്കത്തേക്ക് ചെറിയ സ്നാക്സ് വാങ്ങിയിട്ടാണ് കയറിയിരിക്കുന്നത്. കന്യാകുമാരിയിൽ ആണോ പോകുന്നത്, അപ്പോൾ അവിടുത്തെ ഫുഡ് എങ്ങനെയായിരിക്കും നമുക്കൊരു പിടിയില്ല. നമ്മൾ വേറൊരു ദിവസം കന്യാകുമാരി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാതെ ഇത് ജസ്റ്റ് ട്രെയിൻ റിവ്യൂസിന് മാത്രമായിട്ടുള്ളൊരു പോക്കാണ്. ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. കടലാണോ അറിയില്ല. അങ്ങനെ അടുത്ത സ്റ്റേഷനിൽ നമ്മൾ എത്തി. പക്ഷെ പ്ലാറ്റ്ഫോം ഇപ്പുറത്തല്ല. പ്ലാറ്റ്ഫോം വരുന്നത് കടയ്ക്കാവൂർ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നു 3rd പ്ലാറ്റ്ഫോമിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോം ഇല്ല, അപ്പുറത്താണ് പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത്. അങ്ങനെ 1 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം കടയ്ക്കാവൂരിൽ നിന്നും നമ്മുടെ ട്രെയിൻ എടുത്തേക്കാണ്. ഞാൻ എല്ലാം ചെറിയ ചെറിയ സ്റ്റേഷനും കാണിക്കുന്നില്ല. ഞാൻ അത്യാവശ്യം തരക്കേടില്ലാതെ ഇപ്പം ട്രിവാൻഡ്രം സെൻട്രൽ, നാഗർകോവിൽ അങ്ങനത്തെയൊക്കെയുള്ള സ്റ്റേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. കുഞ്ഞു എല്ലാ സ്റ്റേഷൻസും കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. എന്തിനാണ് ഇപ്പം ബോറടിക്കാം, എനിക്കും ബോറടിക്കും. ഇപ്പം ബോറടിക്കാൻ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാം. പിന്നെ ഓരോ സ്റ്റേഷൻസ്, മെയിൻ സ്റ്റേഷൻസ് നമുക്ക് അത് കാണിക്കാമേ. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെറിയൻകീഴും എത്തി. ഇവിടുന്ന് അത്യാവശ്യം നല്ല ആൾ കയറാനായിട്ടുണ്ട്. നമ്മുടെ ഈ മെമു ഉണ്ടല്ലോ, കേരളത്തിനെയും തമിഴ്നാടിനെയും കണക്ട് ചെയ്യുന്ന ഒരു മെമു ആണ്. 151 കിലോമീറ്ററോളം ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇതിന് കൊല്ലത്തുനിന്ന് കന്യാകുമാരി വരെ പോകാനായിട്ട് 30 രൂപയാണ് ചാർജ് വരുന്ന ഒരാൾക്ക്. ഇത് ഫ്രൈഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ട്രാവലിംഗ് ആണ്. അൺറിസർവ്ഡ് ആയിട്ട് എല്ലാ ദിവസങ്ങളിലും ട്രാവലിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. അങ്ങനെ നമ്മളിത് കൊച്ചുവേലി, അതായത് ട്രിവാൻഡ്രം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ഇവിടെ ഇറങ്ങാനും അതേപോലെ ഇവിടുന്ന് കയറാനും അത്യാവശ്യം നല്ല ആളുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ആൾ കാണുന്നില്ലല്ലോ. അയ്യോ, ഉണ്ട് അത്യാവശ്യം നല്ല ആൾ കണ്ടാ. ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ട്രിവാൻഡ്രം പേട്ട, അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം സെൻട്രൽ.
അങ്ങനെ ചെയ്താൽ നമ്മൾ ട്രിവാൻഡ്രം സെൻട്രലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഡിസ്പ്ലേയിൽ വേറെ ഏതോ ട്രെയിൻ നമ്പറാണ് കാണിക്കുന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വണ്ടി തന്നെ വന്നേക്കുന്നത്. ഇവിടെ പണി നടക്കുന്നുണ്ടോ? ഞാൻ ഈ ന്യൂസിൽ കണ്ടായിരുന്നു, ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്തു. എ സി വെയിറ്റിംഗ് ഹാളൊക്കെ ഇല്ലേ, അത് നിർത്തി വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ഞാൻ കേട്ടായിരുന്നു. പിന്നെ നിങ്ങളൊന്ന് പറയണേ, ഈ കൊല്ലത്തുനിന്ന് കന്യാകുമാരി പോകുന്ന വഴിയിൽ എവിടെയാണ് നല്ല ഫുഡ് കിട്ടുന്നതെന്ന് പറയണേ. ഇപ്പം നമ്മൾ കാട്ട്പാടി ടു ചെങ്ങന്നൂർ വരുന്ന ഇതിൽ സേലത്ത് നല്ല ഫുഡ്, ട്രെയിൻ പോകുമ്പോൾ സേലത്ത് നല്ല ഫുഡ് കിട്ടും എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ റൂട്ടിൽ എവിടെയാണ് നല്ല ഫുഡ് കിട്ടുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ട്രിവാൻഡ്രം സെൻട്രലിൽ നമ്മുടെ ഈ മെമൂന് 3 മിനിറ്റാണ് ഹോൾട്ട് വരുന്നത്. അങ്ങനെ 3 മിനിറ്റിന് ഹോൾട്ടിന് ശേഷം നമ്മുടെ വണ്ടിയിൽ ഹോൺ അടിച്ചേക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് എടുക്കും. നമ്മുടെ ട്രെയിൻ എടുത്തു കേട്ടോ. 1:25 ആയിട്ടുണ്ട്. 25 അല്ല 26 ആയി. ട്രിവാൻഡ്രം സൗത്ത് വിട്ട് എനിക്കറിയില്ലായിരുന്നു ഈ വഴിയിൽ ഗുഹയുണ്ടെന്നുള്ള കാര്യം. ഒരു ഗുഹ. കന്യാകുമാരിയിലോട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഈ ഒരു റൂട്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമ്മൾ കൊടൈക്കനാൽ ആ റൂട്ടാണെങ്കിൽ ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, മധുരൈ, തഞ്ചാവൂർ ആ റൂട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ റൂട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ. കൊള്ളാം. അങ്ങനെ നമ്മൾ കേരളത്തിലെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനായ പാറശാലയിലാണ്. അവിടെ എന്തോ അമ്പലത്തിൻ്റെ ഉത്സവം കാണാനാണ്. നമ്മുടെ ട്രെയിൻ ഒരു 10-20 മിനിറ്റിന് മേളിലായി ഇവിടെ പാറശാലയിൽ പിടിച്ചിട്ടേക്കാണ്. ഇപ്പോഴും പാറശാല കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ട്രെയിൻ അപ്പുറത്തൂടെ പോയിട്ടുണ്ട്. ഏത് ട്രെയിനാണ് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പം അനൗൺസ് ചെയ്ത് ഇപ്പം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടും എന്നുള്ളത്. അയ്യോ, വിയർത്തൊഴുകി ഒരു പരുവായി. എൻ്റെ ഇതിൻ്റെ ആണെങ്കിൽ ചാർജും തീർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ പാറശാലയിൽ നിന്ന് എടുത്ത് 43 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇപ്പം നമ്മുടെ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. നോക്ക്. അങ്ങനെ ഈ ട്രെയിനിൻ്റെ തമിഴ്നാട്ടിലെ ഫസ്റ്റ് സ്റ്റേഷനായ കുളിത്തറ വെസ്റ്റിലേക്ക് നമ്മൾ കയറിയേക്കാണ്. ഈ സൈഡിൽ ആസ് യൂഷ്വൽ പ്ലാറ്റ്ഫോമൊന്നും ഇല്ല. അപ്പുറത്ത് ചെറിയൊരു കാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെയായിട്ടാണ് അപ്പുറത്തേക്കാണ് പ്ലാറ്റ്ഫോം വരുന്നത്. നമ്മൾ അങ്ങനെ കുളിത്തുറയിൽ എത്താറായേ. കാണുന്നുണ്ടോ കുളിത്തുറയിൽ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, രമ്യ. അവൾ ഇവിടെയായിരുന്നു ട്രെയിൻ ഇറങ്ങുന്നത്, കുളിത്തുറയിൽ നിന്ന്. അങ്ങനെ ഞാൻ കുളിത്തുറയിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കുളിത്തുറ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. അപ്പോൾ കുളിത്തുറയിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് രമ്യനെയാണ്. ഒരുപാട് പിള്ളേർ ഇവിടെയും ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഈ ട്രെയിൻ പണി വന്നത് ഏതോ ഒരു സ്റ്റേഷനിലേ 10-20 മിനിറ്റായിട്ട് പിടിച്ചിട്ടേക്കും. കുറേ നേരമായി ഇതുവരെ വണ്ടി എടുക്കാറായിട്ടില്ല. കറക്റ്റ് ടൈമിന് അങ്ങ് എത്തിയാൽ മതിയായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു അരമണിക്കൂറത്തെ ഡിലേക്കേഷൻ്റെ ഈ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം ടോട്ടൽ ഒരു 1.5 മണിക്കൂർ ഡിലേ ആയിട്ടുണ്ട്. ഒന്നൊരു പിടിയില്ല. ഇതേ നോക്കി എന്ത് മനോഹരമായിട്ടുള്ള റൂട്ടാന്ന് നോക്കിയേ. കൊള്ളല്ലേ? മഴക്കാറുണ്ടെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ റൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നോക്കി ഈ ഒരു ജനലായതുകൊണ്ട് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മഴക്കാറുണ്ടല്ലേ? നല്ല രസമില്ല കാണാനായിട്ട്. നോക്കിയേ, അടിപൊളി. ദേ അവിടെ ഒരു മലയുണ്ട്. നല്ല രസമുണ്ട് ആ മല കാണാനായിട്ട്. നോക്കിയേ, കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? കണ്ടോ? നല്ല രസമില്ല ഈ മല കാണാനായിട്ട്. നല്ല അടിപൊളി വ്യൂ. നമ്മളിപ്പോൾ നാഗർകോവിൽ ടൗണിൽ വന്നേക്കാണ്. നമ്മുടെ അടുത്ത സ്റ്റേഷൻ നാഗർകോവിൽ ജംഗ്ഷനാണ്. നമ്മളങ്ങനെ നാഗർകോവിൽ ടൗണിൽ എത്തിയേക്കാണ്. അപ്പുറത്തെ വ്യൂ ഒന്ന് നോക്കി, എന്ത് രസമായ വ്യൂ ആണെന്ന് നോക്കി. നമുക്ക് അടിപൊളിയല്ലേ?
വീണ്ടും മഴക്കാറുണ്ടോ? അവിടെ ഒരു പാലം പണിയാണെന്ന് തോന്നുന്നു. പാലം കണ്ടോ? കാണിക്കാമേ. ഇങ്ങോട്ട് ആ പാലം കണ്ടോ? പാലം പണിയുവാണേ. അങ്ങനെ നമ്മളിത് നാഗർകോവിൽ ജംഗ്ഷനിലെത്തിയേക്കാണേ. ഇവിടെ വേറൊരു ട്രെയിൻ കിടപ്പുണ്ട്. സോറി, എൻജിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷൻ നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കന്യാകുമാരിയാണ്. കൃത്യ സമയത്ത് നമ്മളെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേക്കാണ് നമ്മുടെ ഈ മെമു. കുറച്ച് ഡിലേ ഉണ്ട്, എന്നാലും ഏത് പ്ലാറ്റ്ഫോമാ? എനിക്ക് ഈ കോച്ചിനേക്കാൾ LHB കോച്ചും പിന്നെ പഴയ ബ്ലൂ കോച്ചില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂ കോച്ച് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതെന്താ അറിയില്ല, ഈ കളർ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഒരുപാട് ആളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ട്രെയിൻ ഇപ്പൊ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് തിരിച്ചു പോകുമെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഓടി കയറുന്നുണ്ട്. നമ്മൾ വന്ന മെമു ആണ് ഇത്. ഇനി ഇപ്പൊ തന്നെ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകാനായിട്ട് റെഡി ആകുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വ്ലോഗാണ്, അധികം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഈ ഒരു ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലത്തു നിന്ന് നമുക്ക് കന്യാകുമാരി വരെ വരാനായിട്ടുള്ളൊരു അത്യാവശ്യം നല്ലൊരു ട്രെയിൻ, ഒരു മെമു തന്നെയാണ്. അൺറിസർവ്ഡ് കോച്ചിൽ വരാൻ പറ്റിയൊരു മെമു തന്നെയാണ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ.